പൃഥ്വിരാജ് മാത്രമല്ല ബാക്കി എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ സിനിമയിലെ പാട്ടും ഇതും മാത്രമേ ഇത്തിരി ബോറായിട്ട് തോന്നിയുള്ളൂ. വേറെ നോക്കി ഇതുവരെ ചെന്നിരുന്ന് കഷ്ടപ്പെട്ട എത്രയോ മക്കളുണ്ട്. നല്ലൊരു സിനിമ എന്തായാലും. സൂപ്പർ പടം, ഉഗ്രം പടം, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട പടം. നോവൽ കൃത്യമായ ഒരു സിനിമയിൽ ആവിഷ്കരിക്കാൻ സാധാരണ പറ്റില്ല, പക്ഷേ ഇത് 100% ബ്ലസ്സിക്ക് പറ്റിയിട്ടുണ്ട്. നല്ല പടമായിരുന്നു. നമുക്ക് സങ്കടം വരുന്ന രീതിയിലുള്ള ആക്ടിങ് എന്തായാലും പ്രതീക്ഷിക്കാം. ഇറങ്ങി വരുന്നവരുടെ ഫേസ് നോക്കിയാൽ നമുക്ക് റിയാക്ഷൻ അറിയാം. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് ബുക്കിൻ്റെ റെഫറൻസിൽ അറിയില്ല. പക്ഷേ മൂവി ഭയങ്കര റോ ആയിട്ടാണ് ഉണ്ടായത്. സൂപ്പർ, വിചാരിച്ചതിനേക്കാൾ അപ്പുറം. മേക്കിങ്ങും നല്ല മേക്കിംഗ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് എല്ലാം എടുത്തത് നല്ലതാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ആഫ്രിക്കക്കാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതായതുകൊണ്ട് നല്ലായിരുന്നു. ഒന്നും പറയില്ല, നല്ല മൂവിയായിരുന്നു, ഇഷ്ടമായി. നല്ലായിരുന്നു, എല്ലാം നല്ലായിരുന്നു. അടിപൊളി ഫിലിം, നല്ലൊരു എക്സ്പീരിയൻസ്, എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. പൃഥ്വിരാജിന് ഈ വർഷത്തെ എല്ലാ അവാർഡ്സും ഉറപ്പാണ്. നല്ല ഒരു മൂവി, ഈ ടച്ചിങ് ചാൻസസ് ഉണ്ട്. അത്രയും ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര കൊള്ളായിരുന്നു. നല്ല സിനിമയായിരുന്നു. നോവൽ വായിച്ചതിനേക്കാളും നല്ല സിനിമയായിരുന്നു. ഞാൻ പൃഥ്വിരാജിൻ്റെ അഭിനയം കിടിലം. നല്ല മൂവിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവർ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ടച്ചിങ്. നല്ല ഫോട്ടോഗ്രാഫിയാണ്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിക്കാം. സൂപ്പർ പടം. സങ്കടം വരണം. നമ്മുടെ നാട്ടിൽ വിട്ടിട്ട് ഇവിടെ മകൻ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് അറിഞ്ഞിരിക്കും കാത്തു കെട്ടി. ജീവിതം ഇത് കണ്ടൊക്കെ പഠിക്കണം മനുഷ്യർ. അടിപൊളി പടമായിരുന്നു, നല്ല പടം. ബെന്യാമിൻ്റെ ബുക്ക് വായിക്കണം, അതേ ഫീൽ തന്നെ കഥ കാണുമ്പോൾ എല്ലാം കിട്ടുമായിരുന്നു. നല്ല പടമായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു സിനിമ കണ്ടിട്ടില്ല. നോവൽ വായിക്കുമ്പോൾ നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കൃത്യമായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അടിപൊളി, അത് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞത്. ബ്ലസ് സാറ്, രാജുവേട്ടൻ, റഹ്മാൻ സാറ് എല്ലാവരും അടിപൊളി. മ്യൂസിക് ഒന്നും പറയാനില്ല. ഒരു വല്ലാത്ത ആടുജീവിതം കാണണം. ഗൾഫ് ഇപ്പോഴൊന്ന് കഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലല്ലോ ജീവിതം. സൂപ്പറായിട്ടാണ്, അവാർഡ് കിട്ടും ഉറപ്പാണ്. ലെവൽ എത്രത്തോളം ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആവണം, ഒരു അഭിനേതാവെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിനയത്തോട് തുരവുന്നത്. മീൻസ് ഏത് ക്യാരക്ടർ കിട്ടിയാലും അതിൻ്റെ 101% അത് കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അത് രാജുവേട്ടൻ അതിലൊരു കാര്യത്തിൽ 100% സക്സസ്ഫുള്ളാണ്. അപ്പോൾ പുള്ളി നേരിടുന്ന കണ്ട് ഞങ്ങൾക്ക് ഹഗ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്. അവന് ഞാനിവിടെ ഞാൻ ഇവൻ ഫസ്റ്റ് ഇതാണ് വരുന്നത്. ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് ഷോ കണ്ടിട്ട് 3 മണിക്കാണെന്ന് വീട്ടിലെത്തിയത്. എൻ്റെ അതായത് 11 മണിക്ക് ഷോയിൽ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം കാണാനുള്ളൂ എന്ന് തോന്നി കഴിഞ്ഞാൽ, കാരണം രണ്ടാമത് കാണുമ്പോൾ നമുക്കൊരു വിങ്ങലായിട്ട് ഉള്ളിൽ തോന്നുന്നൊരു പടവും കൂടെയാണ്. രണ്ടാമത് കാണാൻ തോന്നില്ല എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതം ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉള്ളിൽ തട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്കത് എത്രത്തോളം ഒരു പ്രവാസിക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നത് നമുക്ക് സാധാരണ നമുക്ക് ഇവിടെ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല. അതൊരു പ്രവാസിക്ക് തന്നെ അതിൻ്റെ വിഷമവും അത് യാതനകളും മനസ്സിലാവുള്ളൂ. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഞാൻ അത്യാവശ്യം കരുതി കണ്ണ് കലങ്ങിയിരിക്കുകയാണ്. സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ച് നല്ല പടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു തന്നെ തീർച്ചയായിട്ടും നല്ലൊരു റെക്കഗ്നീഷൻ കിട്ടണം. നല്ല ഇൻ്റർനാഷണൽ ലെവലിലെ റെക്കഗ്നീഷൻ കിട്ടണം, കിട്ടിയേ പറ്റൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ നോവലൊക്കെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് വന്നതാണ്. നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട് സംവിധായകനായാലും പൃഥ്വിരാജ്, എല്ലാ ആക്ടേഴ്സും. എടുത്തു പറയാനുള്ളത് ഓരോന്നും നമുക്ക് കാണുമ്പോൾ കരച്ചിൽ വരും, കരയാതെ ഇറങ്ങാൻ പറ്റൂല. സൂപ്പർ പടമാണ്. അഭിനയം ബുക്ക് വായിച്ചിട്ടുണ്ട്, അപ്പോൾ അതുമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഡിസപ്പോയിൻറ്റഡ് ആയില്ല. നല്ലതായിരുന്നു, കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പടമാണ്. സൂപ്പറാണ്, നല്ല ആക്ടിങ് ആണ്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു പടം. പൃഥ്വിരാജിൻ്റെ അഭിനയം പൊളിയായിരുന്നു, കൊള്ളാം. വായിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല, എന്നാലും കൊള്ളായിരുന്നു.